രാജാവും മന്ത്രിയും രണ്ടാളും ഒരു വനവാസ യാത്രയ്ക്ക് ഒരുങ്ങിയാണ്. രണ്ടാളും യാത്ര തുടർന്നു. യാത്ര തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോ രാജാവിന്റെ കൈന് പരിക്ക് പറ്റി. രാജാവ് വേദന കൊണ്ട് പൊളഞ്ഞു. ഇത് കണ്ടിട്ട് മന്ത്രി പറഞ്ഞു, രാജാവേ, അങ്ങുന്നേ നിങ്ങള് ബേജാറാവണ്ട, ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാവാമെന്ന്. മന്ത്രിയുടെ ഈ വർത്താനം രാജാവിനെന്നല്ല, കേൾക്കണ ഞമ്മക്കും പിടിക്കണില്ല. രാജാവ് എന്ത് ചെയ്തു? നേരെ എടുത്തിട്ടു കിണറ്റിലേക്ക് മന്ത്രിയെ. രാജാവ് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ ചില കാട്ടുവാസികൾ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവര് പറഞ്ഞു, രാജാവേ, നിങ്ങള് രാജാവൊക്കെ ആയിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ മൂർത്തിക്ക് ബലി കഴിപ്പിക്കാൻ നിങ്ങളെ തന്നെ വേണം. രാജാവ് കിടുകിട വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് ആ കാട്ടുവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാജാവിന്റെ ആ മുറിവേ. അവര് പറഞ്ഞു, ഏയ്, ഇത് ശരിയാവൂല. ഇങ്ങനെ മുറിവ് പറ്റിയ ഒരാളെ ഞങ്ങളുടെ മൂർത്തിക്ക് ബലി അർപ്പിക്കാൻ കഴിയില്ല എന്ന്. ഹോ, രാജാവ് ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് രാജാവ് തന്റെ മന്ത്രി പറഞ്ഞത് ആലോചിച്ചത്. ഓ, മന്ത്രി പറഞ്ഞത് എത്ര ശരിയായിരുന്നുവെന്ന്. ഏയ്, ആലോചിച്ചിരിക്കാൻ സമയമില്ല. നേരെ ഓടി രാജാവ് ആ കിണറ്റിനരികിലേക്ക്. എന്നിട്ട് ചടുപടയെന്ന് ആ കിണറ്റിൽ നിന്ന് മന്ത്രിയെ രക്ഷപ്പെടുത്തി. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. പക്ഷേ നമ്മുടെ മന്ത്രി എന്താ പറഞ്ഞതെന്നറിയോ? അങ്ങുന്നേ, അങ്ങ് ക്ഷമ ചോദിക്കണ്ട, ഞാൻ അങ്ങയോടാണ് നന്ദി പറയേണ്ടത്. അതെ, യഥാർത്ഥത്തിൽ നമ്മുടെ സീൻ നടക്കേണ്ടത് ഇങ്ങനെയാണല്ലോ. നമ്മൾ രണ്ടാളും പോകുന്നു, അങ്ങയുടെ കയ്യിൽ മുറിവ് പറ്റി, അങ്ങയെ മൂർത്തിക്ക് പറ്റൂല. എന്നിട്ട് എന്നെ ആ കാട്ടുവാസികൾ ബലി അർപ്പിക്കുന്നു. ഇങ്ങനെയായിരുന്നല്ലോ നടക്കേണ്ടത്. അങ്ങ് എന്നെ ഈ കിണറ്റിലേക്ക് ഇട്ടത് കൊണ്ട് ഞാനും രക്ഷപ്പെട്ടല്ലോ എന്ന്. അപ്പോഴാണ് രാജാവിന് കത്തിയത്. ഇതൊരു കഥയാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, നെഗറ്റിവിറ്റി വരും. ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നിരിക്കണ്ട. ദൈവം എന്നൊരാളുണ്ടല്ലോ, അദ്ദേഹം ഒന്നും കാണാതെ ഇതൊന്നും തരൂല. അതിന്റെ അപ്പുറത്ത്, ഈ കരഞ്ഞതിലും അപ്പുറം, ഈ സങ്കടപ്പെട്ടതിലും അപ്പുറം വലിയ എന്തോ മൂപ്പര് കാത്തു വെച്ചിട്ടുണ്ട്.